ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ ടിപ്സാണ്. നല്ല അടിപൊളി ഒരു ടിപ്സാണ്. നമുക്ക് പൈസ ഒന്നും ചിലവാക്കാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനി പൈസ പോകും ആർക്കും അങ്ങനെ ഒരു ചിന്ത വേണ്ട. അപ്പം ഇതിലുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പം ഈ വീഡിയോ എന്താ പറയുക, നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഡെയിലി ചെയ്യണം എന്നാണ് പറയുന്നത്. അത് പറ്റാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. മുടിക്ക് കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്കാൽപ്പൊക്കെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് മുടി നല്ല കരുത്തോടെ വളരും. അതായത് മുടി കുറച്ചുള്ളെങ്കിലും മുടി നല്ലതായിട്ട് നമുക്ക് കട്ടി വെക്കും. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഹെയർ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി നല്ല കട്ടി വളരാൻ വേണ്ടി നമുക്ക് ദിവസവും ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 4 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 4 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം. നാല് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുക്ക് പോലെയായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാമേ. ഇത് നമുക്കൊന്ന് അരിച്ചു വെക്കാം. അപ്പം നമ്മളിപ്പോൾ അതേണ്ട ഇതൊക്കെ ഈ ചായവെള്ളമൊക്കെ നല്ല കട്ടിയിലാണ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പറ്റിച്ച് നല്ല കട്ടിയാക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ താളിയില്ലേ, ചെമ്പരത്തിയില. ഇത് നമ്മുടെ ചെമ്പരത്തിയില ഒരു 10-30 എണ്ണം എടുക്കുക. 2-3 ചെമ്പരത്തിപ്പൂ കൊടുക്കുക. ഞാനിത് ഇന്നലെ എടുത്ത് വെച്ചാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലതായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു മിക്സിയിലിടുക. മിക്സിയിൽ ഇട്ടേച്ച് നമുക്ക് ഈ വെള്ളം കൊണ്ട് ഇത് അടിച്ചെടുക്കണം. അധികം ലൂസായും പോകരുത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇതിൻ്റെ ഒരു നിറം. രണ്ടും കൂടി കൂട്ടിയാണ് നമ്മളത് അടിച്ചെടുത്തേക്കണത്. എന്നിട്ട് ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ദിവസവും ചെയ്ത് കൊടുക്കുക. വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉലുവ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് നമ്മൾ അരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉലുവ അരച്ച് നമ്മൾ ഇതിലിടുന്നില്ല. പിന്നെ ഇതെല്ലാം കൂടി ഉണ്ടോ ഇതുപോലെയാവും. എന്നിട്ട് നമുക്ക് ഈ മിശ്രിതം എങ്ങനെ തേച്ച് കൊടുക്കണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ഈ പാക്ക് മുടിയൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണം. എന്ത് പാക്ക് ഇടണമെങ്കിലും മുടി നന്നായിട്ട് നമ്മളൊന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഇക്കോടുകൂടി വരും. എന്നതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ചീപ്പെടുക്കുക, പല്ല് അടുപ്പമുള്ള ഒരു ചീപ്പെടുക്കുക.
എന്നിട്ട് ഈ സ്കാൽപ്പൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന്, എന്നാലേ ഉള്ളൂ നമുക്കിത് പുരട്ടുമ്പോൾ ഗുണം കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ മുടി കൊഴിച്ചിലും അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്ത് കൊടുക്കണതാണ് നല്ലത്. കുറച്ച് ദിവസം അടുപ്പിച്ച്, പിന്നെ അത് കഴിഞ്ഞ് ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും പറ്റണ പോലെ ചെയ്യാം. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു ദിവസം ഇടും, പിന്നെ സൺഡേ ഇടുന്നത്. സൺഡേ ഇടുന്ന പറഞ്ഞാൽ സൺഡേ ഞാൻ എണ്ണയിട്ട് കുളിക്കുകയും, അപ്പം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതതിൻ്റെ മുകളിൽ ഒന്ന് ഇതാക്കിക്കും. അപ്പോൾ അവിടെ മുടി നല്ല ഇത് വരാൻ വേണ്ടി അടിപൊളി സാധനമാണിത്. അഴുക്കും ചൊറിച്ചിലും ഒക്കെ നമ്മുടെ പെട്ടെന്ന് മാറും. ഇനി നമ്മൾ ഓരോ പുകച്ചിലിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അതിന് മുമ്പ് ഓയിൽ മസാജ് അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ വെള്ളത്തിലെടുത്തിട്ട് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും, കറ്റാർവാഴ ഒക്കെ ഇട്ടുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ്, അത്ര ഒന്നും ഇതില്ലല്ലോ നമുക്ക്. അപ്പോൾ തലയിൽ അഴുക്ക് നമ്മുടെ മുഴുവൻ പോവും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എല്ലായിടും ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ദിവസം തന്നെ വേണ്ട, ഒരു 2-3 ദിവസം മതി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യവുമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആരുടെ ഇത് ചെമ്പരത്തി ഇപ്പം എന്തായാലും വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലും ഉണ്ടാവും. കുറച്ച് പറിച്ച് വെച്ചിട്ട് ഒരു കവറിലാക്കി സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ 2 ദിവസത്തിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ പുരട്ടണേക്കാട്ടും മുമ്പ് തന്നെ ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി. ഞാൻ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് തലേ ദിവസം എടുത്ത് വെക്കും. എന്നിട്ട് ഇതുപോലെ പുരട്ടും. എന്നിട്ട് തല നന്നായിട്ടൊന്ന്, അപ്പോൾ ഇത് സ്കാൽപ്പിലാണ് ഉണ്ടാക്കും, മുടിയിലല്ല അങ്ങനെ തേക്കേണ്ടത്, സ്കാൽപ്പിൽ. പിന്നെ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്ന ദിവസം നമുക്ക് മുടിയിലോട്ടൊക്കെ തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ കണ്ടോ, എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുത്തത്. നല്ലതായിട്ടൊരു മസാജും കൂടി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൈസ ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ മുടിയുടെ കൊഴിച്ചിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താരനൊക്കെ മാറി മുടി പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്തോ, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് പറ്റണ ദിവസം ചെയ്യണം. അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിത് അമ്പലത്തിലൊക്കെ പോയിരുന്നു. ഇപ്പം മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല. നമ്മുടെ ഈ തണുപ്പ് കാലമൊക്കെ കാരണം മുടി ഒട്ടും ഉണങ്ങിയിട്ടില്ല, ഉള്ളൊന്നും ഒട്ടും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എന്താ പറയുക, ഡ്രൈനെസ്സൊക്കെ അങ്ങ് മാറും.
ഒരു നല്ല ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഓയിലിട്ടില്ലെങ്കിൽ, ഞാനിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ തന്നെ നമുക്ക് മുടിക്ക് നല്ല ഒരു എന്താ പറയുക, നമ്മൾ ഈ കണ്ടീഷണറൊക്കെ ഇടൂലേ, ആ ഒരു ഫീലിംഗാണ് ശരിക്കും പറഞ്ഞ തല എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ് നമുക്കതിടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കണ്ടീഷണറും ഒന്നും തേച്ചിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ആ പാക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇത് ഉണങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇത് ദിവസവും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കറണ്ട് പോയി. അപ്പോൾ അതേ കറണ്ട് വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ നമ്മുടെ ചെമ്പരത്തിയിലയുടെ പരിപാടിയൊന്നും നടക്കത്തില്ല. നമുക്കത് കഴുകിക്കളയാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴാണ് നിങ്ങളെ കൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അതല്ല ഹൗസ് വൈഫൊക്കെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി തേച്ച് കൊടുക്കുക. ഇത് നിങ്ങൾ ഒരു ദിവസം നമ്മൾ ആഴ്ചയിൽ എണ്ണ ഇടണമല്ലോ, ഒരു ദിവസം എണ്ണ ഇട്ട് കുളിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ഇപ്പോൾ ഇത് നല്ലതായിട്ട് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇല കൊണ്ട് ഫുള്ള് അങ്ങോട്ട് ഓയിൽ പോയി കിട്ടത്തില്ല. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒരു ദിവസം എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ല ഷാമ്പു വാഷ് ചെയ്ത് കളയും. അത് അധികം കെമിക്കലില്ലാത്ത ഷാമ്പുവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ എല്ലാ ദിവസവും, അതായത് ആദ്യ സമയങ്ങളിൽ എല്ലാ ദിവസവും പറ്റും. ഇപ്പം ഞാൻ തിങ്കളും ഞായറുമാണ് തേക്കുന്നത് എപ്പോഴും. അപ്പം ഞാൻ ഇന്നിപ്പോൾ പിന്നെ സമയം കിട്ടിയപ്പോൾ, സൺഡേ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അപ്പം നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്ത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് തല ചൊറിച്ചിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് താരം കൊണ്ടും വെക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവും. ഒന്നാമത്തെ കാര്യം, ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതൊക്കെ പോയി പിന്നെ നമുക്ക് മുടി വളരാനുള്ള ഒരു താരനുണ്ടെങ്കിൽ ഒരിക്കലും മുടി വളരെയില്ല, പൊട്ടിപ്പോവുകയുള്ളൂ. പിന്നെ മെയിനായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള മുടി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. നല്ല കട്ടിയുള്ള മുടി, ഒരു മുടി ഒഴിച്ചിലും കാണത്തില്ല, ഉള്ള മുടി നല്ല ഭംഗി കൊണ്ടു നടക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒട്ടും ചിലവില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചെമ്പരത്തി ഇല. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടിൽ നിന്നുണ്ടെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക ഫ്രിഡ്ജിൽ. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് പറഞ്ഞ പോലെ കട്ടൻ ചായ നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിക്കണം. അപ്പോൾ ആ ഇതിൽ പാക്കിൽ നമുക്കത് ചേരണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക്. ഒരു എന്താ പറയുക, റോസ്മേരി ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം മതി. അപ്പോൾ പറ്റുന്നവർ ഡെയിലി ചെയ്യുക, അല്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാണ്ട് ചെയ്യുക. നല്ല മുടിക്ക് നല്ല കരുത്തോടെ വളരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.